وبركاته. الحمد لله رب العالمين واشهد ان لا اله الا الله وحده لا شريك له ولي الصالحين واشهد ان محمدا عبده ورسوله سيد الخلق اجمعين صلى الله عليه وعلى اله واصحابه واتباعه باحسان الى يوم الدين. اما بعد. قال شيخ الاسلام المجدد محمد بن عبد الوهاب بن سليمان التميمي رحمه الله: باب لا يسأل بوجه الله الا الجنة. ബാബുൻ ലാ യുസ്അലു ബിവജ്ഹില്ലാഹി ഇല്ലൽ ജന്ന. അല്ലാഹുവിന്റെ വജ്ഹ് കൊണ്ട് സ്വർഗ്ഗമല്ലാതെ ചോദിക്കാൻ പാടില്ല. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്അലു ബിവജ്ഹില്ലാഹി ഇല്ലൽ ജന്ന. റവാഹു അബൂ ദാവൂദ്. ഈ ഒരു ഹദീസാണ് അദ്ദേഹം ഈ ബാബിൽ ആകെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഈ ഹദീസിന്റെ ആശയം? ലാ യുസ്അലു ബിവജ്ഹില്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് ചോദിക്കരുത് ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. ഈ പരമമായ ലക്ഷ്യം അത് മാത്രമേ അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് ചോദിക്കാൻ പാടുള്ളൂ. രണ്ട് രീതിയിൽ ഉലമാക്കൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അർത്ഥം, ദുനിയാവിന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹിനെ മുൻനിർത്തി ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവെ എന്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറയുമ്പോൾ നിന്റെ വജ്ഹ് കൊണ്ട് എന്റെ രോഗം മാറ്റാൻ ഞാൻ തേടുന്നു എന്ന് പറയരുത്. നേരെ മറിച്ച് ആഖിറത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് ചോദിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ? അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറയുന്ന സിഫത്ത് അതിനോടുള്ള തഅളീം, ബഹുമാനമാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു സിഫത്താണ് അവന്റെ മുഖം എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിന് മുഖമുണ്ട്. അതിന് ഈ ഹദീസ് തെളിവ് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുഖമുണ്ട്. അത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, മുഖമുണ്ട് എന്ന് വന്നാൽ മനുഷ്യനെ പോലെ ആവില്ലേ? അങ്ങനെ ഒരിക്കലും ആവുകയില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സിഫത്തും മനുഷ്യന്റെ പോലെയല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ഈ ആയത്ത് അസ്മാ വ സിഫാത്തിന്റെ വലിയൊരു അടിസ്ഥാനമാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. എന്നാൽ വഹുവസ് സമീഉൽ ബസീർ, അവൻ സമഉം ബസറും ഉള്ളവനാണ്, കാഴ്ചയും കേൾവിയും ഉള്ളവനുമാണ്. അപ്പൊ അള്ളാഹുവിന് കാഴ്ചയും കേൾവിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരെ പോലെ, മനുഷ്യനെ പോലെ ആവുന്നില്ലെങ്കിൽ, അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞാലും അവൻ മഖ്ലൂക്കിനെ പോലെ ആകുന്നില്ല. കാരണം അള്ളാഹുവിന്റെ കേൾവിയും മഖ്ലൂക്കിന്റെ കേൾവിയും തമ്മിൽ ബന്ധമില്ല. അതുപോലെ അള്ളാഹുവിന്റെ വജ്ഹും മഖ്ലൂക്കിന്റെ വജ്ഹും തമ്മിൽ യാതൊരു സാദൃശ്യവുമില്ല. അപ്പൊ അള്ളാഹുവിന് വജ്ഹുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ വജ്ഹ് എന്ന മഹത്തായ സിഫത്ത്, അള്ളാഹുവിന്റെ ഈ വിശേഷണം, അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അല്ലെങ്കിൽ ആഖിറത്തിലുള്ള നേട്ടങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ വ്യാഖ്യാനം, മനുഷ്യരോട് അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് ചോദിക്കരുത്. അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് ഞാൻ എന്നോട് ഇന്നത് ചോദിക്കുന്നു എന്ന് ഒരാളോട് പറയരുത്. ഈ രണ്ട് രീതിയിലും ഉലമാക്കൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അടുത്ത ബാബ്, ബാബു മാ ജാഅ ഫീ ലൗ. ലൗ എന്ന വാക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും അതിനെ സംബന്ധിച്ച ബാബ്. എന്താണ് ലൗ എന്ന് പറഞ്ഞാൽ? അറബിയിൽ അങ്ങനെ ആയെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നതിനാണ് ലൗ എന്ന് പറയുന്നത്. ലാമും വാവും ഈ രണ്ടക്ഷരങ്ങൾ കൂടി ഉണ്ടാകുന്ന ഹർഫിന്റെ അർത്ഥം ഇങ്ങനെ ആയിരുന്നെങ്കിൽ, എങ്കിൽ എന്നുള്ള അർത്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആക്ഷേപിച്ചിട്ടുള്ള സ്വഭാവമാണ് ഈ വാക്ക് അവന്റെ വിധിക്കെതിരായി ഉപയോഗിക്കുക എന്നുള്ളത്. അല്ലാഹു തആല പറയുന്നു, വഖൗലുല്ലാഹി തആല യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ മാ ഖുതിൽനാ ഹാഹുനാ. യഖൂലൂന, അവർ പറയുന്നു. മുനാഫിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ഉഹദ് യുദ്ധത്തിന് പുറപ്പെട്ട സന്ദർഭത്തിൽ അവര് വഴിയിൽ വെച്ച് മടങ്ങിപ്പോയി. സൈന്യത്തിലെ 1/3 ആളുകളുമായി അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവ് പിന്തിരിഞ്ഞുപോയി. അങ്ങനെ ബാക്കി 3-2 പേര് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ മുസ്ലിമുകൾക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ മുനാഫിക്കുകൾ പറഞ്ഞിരുന്നതാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉബൈയും കൂട്ടരും പറഞ്ഞിരുന്നതാണ്, നമ്മുടെ വാക്ക് കേൾക്കാതെ മുഹമ്മദ് കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയൊക്കെ വാക്ക് കേട്ട് യുദ്ധത്തിന് പോയിട്ട് വെറുതെ ആളുകളെ കൊലക്ക് കൊടുത്തു എന്ന് മുനാഫിക്കുകൾ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വാക്ക് പറയുകയാണ്. യഖൂലൂന, അവർ പറയുന്നു, ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ, നമുക്ക് കാര്യത്തിൽ വല്ല നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ, മാ ഖുതിൽനാ ഹാഹുന, ഇവിടെ വെച്ച് നമ്മൾ മരണപ്പെടുമായിരുന്നില്ല, കൊല്ലപ്പെടുമായിരുന്നില്ല. അപ്പോ ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ, നമുക്ക് ഈ കാര്യത്തിൽ, യുദ്ധത്തിന് പോകുന്ന കാര്യത്തിൽ, അതുപോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തീരുമാനങ്ങളിലൊക്കെ ഒരു ഇടപെടാനുള്ള അധികാരം ഉണ്ടായിരുന്നെങ്കിൽ മാ ഖുതിൽനാ ഹാഹുന, ഈ നാശം നമുക്ക് സംഭവിക്കുമായിരുന്നില്ല. അപ്പൊ വിധിയിൽ അള്ളാഹുവിന്റെ വിധിയോട് ഒരു പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ യുദ്ധം അവിടെ നടക്കണം, അവിടെ ഇന്ന ആളുകൾ മരണപ്പെടണം, ഷഹീദാവണം, അതിനോട് പ്രതിഷേധം പ്രകടിപ്പിച്ചു. അപ്പോ ലൗ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പല രൂപത്തിലുണ്ട്. അതിൽ ഒരു രൂപമാണിത്, അള്ളാഹുവിന്റെ ഖദറിനോട് പ്രതിഷേധം പ്രകടിപ്പിക്കുക. അങ്ങനെ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഹറാമാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരു അസുഖം വന്നു, ആ അസുഖം അദ്ദേഹം അല്ലെങ്കിൽ ഒരു യാത്ര പോയി, ആ യാത്രയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ അയാൾ പറയാണ്, ഇന്ന യാത്ര ഞാൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയെ അയാൾ പഴിക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സിലതാണ്, ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ അതിൽ പെടുമായിരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഹറാമാണ്, തൗഹീദിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇനി മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതേ സൂറത്തിൽ തന്നെ, സൂറത്ത് ആല ഇമ്രാനിൽ കുറച്ച് ആയത്ത് കഴിഞ്ഞിട്ട്, അല്ലദീന ഖാലൂ ലി ഇഖ്വാനിഹിം, മുനാഫിക്കുകൾ അവർ തങ്ങളുടെ സഹോദരന്മാരോട് അഥവാ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, വഖഅദു, അവർ യുദ്ധത്തിന് പോകാതെ ഇരുന്നിട്ട് തങ്ങളുടെ സഹോദരനോട് പറയുകയാണ്, ലൗ അത്വാഊന മാ ഖുതിലു, അവർ ഞങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ, യുദ്ധത്തിന് പോകാതെ ഞങ്ങളുടെ കൂടെ മടങ്ങിയിരുന്നെങ്കിൽ, മാ ഖുതിലു, അവർ കൊല്ലപ്പെടുമായിരുന്നില്ല. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? ആദ്യം പറയുന്നത്, നമുക്ക് ഈ യുദ്ധത്തിൽ ആരൊക്കെ മരിക്കണം, യുദ്ധം നടക്കണോ വേണ്ടേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിലൊരു കഴിവ്, ഒരു സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെടുമായിരുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഖദറിനെയാണ് ചോദ്യം ചെയ്തത്. രണ്ടാമത്തേത്, യുദ്ധത്തിന് പോകേണ്ടിയിരുന്നില്ല, നമ്മൾ പിന്തിരിഞ്ഞു പോകുന്നത് പോലെ അവർക്കും പിന്തിരിഞ്ഞു പോന്നാൽ മതിയായിരുന്നു. അള്ളാഹുവിന്റെ ശർഈയായ നിയമത്തെയാണ് രണ്ടാമത്തേത് അവർ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ശർഈനെതിരായിട്ട് ഒരാൾ ഒരു കാര്യം പറയാൻ വേണ്ടി ഈ വാക്ക് ഉപയോഗിച്ചാലും അത് ഹറാമാണ്. ഉദാഹരണത്തിന്, പള്ളിയിലേക്ക് പോയി, ഇപ്പൊ പള്ളിയിൽ പോയപ്പോഴാണ് ഒരപകടം പറ്റിയത്, ഇപ്പൊ പള്ളിയിലേക്ക് പോകേണ്ടിയിരുന്നില്ല, നമസ്കരിച്ചില്ലായിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല, ജമാഅത്തിന് പോയിട്ടില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ പറയുന്നത് അള്ളാഹുവിന്റെ ശർഈനെതിരായിട്ട് ഈ വാക്ക് ഉപയോഗിക്കലാണ്. ഇനി ഈ വാക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹി വലാ തഅജസ്. ഈ ഹദീസ് പിന്നെ വിശദീകരിക്കാം. ഇതില് പ്രസക്തമായ ഭാഗം, ലൗ അന്നി ഫഅൽതു കദാ വകദാ വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു ലകാന കദാ വകദാ. നിനക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു, അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്ന് പറയരുത്. അവിടെ ഒരാൾക്ക് അള്ളാഹുവിന്റെ ഖദറിനോട് പ്രതിഷേധമൊന്നുമില്ല, അള്ളാഹുവിന്റെ വിധിയാണ് എന്നൊക്കെ അറിയാം. പക്ഷെ അയാളുടെ വിഷമം അയാൾ പറയാണ്, ഞാൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല, ഇന്ന കച്ചവടം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ നഷ്ടം വരുമായിരുന്നില്ല. അങ്ങനെ പറയുന്നതോ അതും ഹറാമാണ്. കാരണം വിശ്വാസിയോടെ പഠിപ്പിച്ചത് അങ്ങനെ പറയരുത്. വലാകിൻ ഖുൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹു വിധിച്ചു, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് മനസ്സിൽ വിഷമം പ്രകടിപ്പിക്കാൻ വേണ്ടിയും ഈ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം സംഭവിച്ചാൽ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇന്ന കാര്യം എനിക്ക് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖം പ്രകടിപ്പിക്കാനും പാടില്ല. കാരണം വിശ്വാസം വിലക്കിയിട്ടുള്ളതാണ്. മാത്രമല്ല, ഒരു മുഅ്മിനിന് ദുഃഖമുണ്ടാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം എന്താണ്? ഒരാൾക്ക് മനസ്സിൽ വിഷമമുണ്ടായാൽ അത് അയാൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുത്തും. മനസ്സമാധാനമില്ലാതെ ഒരാൾക്ക് അള്ളാഹുവിന് വേണ്ട രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പിശാച് മനുഷ്യന് മുഅ്മിനിന് ദുഃഖമുണ്ടാക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നമൻ നജ്വാ മിനശ് ശൈത്താനി ലിയഹ്സുനല്ലദീന ആമനു. പിശാച് പല ഗൂഢാലോചനകളും നടത്തുന്നു. അതുപോലെ മുശ്രിക്കീങ്ങൾക്ക് ഗൂഢാലോചന നടത്താനുള്ള പ്രേരണ കൊടുക്കുന്നു. ലിയഹ്സുനല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ വിഷമിക്കാൻ വേണ്ടി, ദുഃഖിക്കാൻ വേണ്ടി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ഖുശൂഅോടെ ഒക്കെ ഇബാദത്ത് ചെയ്യാൻ ഒരു തടസ്സമായിരിക്കും മനസ്സിൽ മറ്റു ചിന്തകൾ ഉണ്ടായാൽ. അപ്പൊ ഒരു നഷ്ടം സംഭവിച്ചാൽ അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവന്റെ ദുഃഖം വർദ്ധിക്കുകയാണ് ചെയ്യുക. നേരെ മറിച്ച് അത് അള്ളാഹുവിന്റെ തീരുമാനം, അത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? അവന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവും. അപ്പൊ ഈ രൂപത്തിലും ലൗ എന്ന വാക്ക്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഹറാമാണ്. ഇനി മറ്റൊരു രൂപം, ഒരാള് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി, ഒരു വിവരം ഒരാൾക്ക് അറിയിക്കാൻ വേണ്ടി, ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു, ക്ലാസ് കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുക്കാത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു, നീ ആ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നെങ്കിൽ നിനക്ക് ഉപകാരം ഉണ്ടായിരുന്നു, നിനക്ക്
ഇന്ന ഇന്ന കാര്യങ്ങൾ പഠിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ദുഃഖവുമില്ല, അതുപോലെ തന്നെ ഖദറിനോട് പ്രതിഷേധമില്ല, അള്ളാഹുവിന്റെ ശറഅനോട് പ്രതിഷേധമില്ല, ഒന്നുമില്ല. അങ്ങനെ പറയുന്നത് ജായിസാണ്, അതില് കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ വിശദമായി ഇത്രയും രൂപങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കുന്നതിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ രൂപം, ഒരു നല്ല കാര്യത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 ആളുകളുണ്ട് ദുനിയാവില്, 4 തരത്തിലുണ്ട് മനുഷ്യന്മാർ. ഒരു വിഭാഗം സമ്പത്തും ഇൽമും ഉള്ള ആളുകൾ. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ധരിച്ചിട്ടുള്ള ഹദീസാണ്. സമ്പത്തും ഉണ്ട്, അവർക്ക് ഇൽമും ഉണ്ട്. അവൻ എന്ത് ചെയ്യുന്നു? ആ സമ്പത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ ചെലവഴിക്കുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം, കുടുംബബന്ധം ചേർക്കുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിൽ ആ സമ്പത്ത് ചെലവഴിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം ഇൽമുണ്ട്, സമ്പത്തില്ല. അപ്പൊ ഇവൻ ആദ്യത്തെ ആളെ നോക്കിയിട്ട്, സമ്പന്നനായ നല്ല മനുഷ്യനെ നോക്കിയിട്ട് ഇവനിങ്ങനെ ആഗ്രഹിക്കും, ഇവൻ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യായിരുന്നു, സമ്പത്തുണ്ടായിരുന്നെങ്കിൽ, എന്റെ അടുത്തും പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെയൊക്കെ ചെയ്യാമായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും പ്രതിഫലമുണ്ട്. മൂന്നാമത്തെ ആള് സമ്പത്തുണ്ട്, ഇൽമില്ല. അങ്ങനെ ഈ സമ്പത്ത് കൊണ്ട് ഇവൻ ഹറാമുകൾ ചെയ്യുന്നു, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. നാലാമത്തെ ആള് അവൻ ആഗ്രഹിക്കുന്നു, അവന് ഇൽമില്ല സമ്പത്തുമില്ല, അതുകൊണ്ട് തന്നെ ഇൽമില്ലാത്തതുകൊണ്ട് ഈ മൂന്നാമത്തെ ആളെ പോലെ ആകാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഹറാമൊക്കെ ചെയ്യാമായിരുന്നു. ഈ മൂന്നാമത്തെ നാലാമത്തെ ആള് പാപത്തിൽ തുല്യരാണ്, രണ്ടുപേർക്കും കുറ്റമുണ്ട്. അതായത് പണം ഇല്ലാതെ ഉണ്ടായാൽ ഹറാമ് ചെയ്യാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവനും കുറ്റക്കാരനാണ് എന്ന് വിശ്വാസം പറഞ്ഞു. അപ്പോ ഇവിടെ രണ്ടാമത് പറഞ്ഞ ആള് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നല്ല അർത്ഥത്തിലാണ്, പണം ഉണ്ടായിരുന്നെങ്കിൽ നന്മ ചെയ്യാമായിരുന്നു. അപ്പൊ അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഉലമാക്കൾ ഈ വാക്കിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഈ ഹദീസ്, ഇത് വളരെ മനോഹരമായ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിന് അവന്റെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ മുഴുവൻ ഈ ഹദീസിൽ സമഗ്രമായി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജവാമിഉൽ കലിമിൽപ്പെട്ട ഒരു ഹദീസാണിത്. ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ഒരുപാട് ആശയങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെയുള്ള ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അങ്ങനെയുള്ളതാണ്. അതിൽപ്പെട്ട ഒരു ഹദീസാണിത്. ഈ ഹദീസിന്റെ പൂർണ്ണ രൂപം അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിദ് ദഈഫ്. ഒരു ശക്തനായ മുഅ്മിനാണ് ദുർബലനായ ഒരു മുഅ്മിനിനേക്കാൾ നല്ലത്. വഫീ കുല്ലിൻ ഖൈർ, എന്നാൽ എല്ലാ മുഅ്മിനിലും എല്ലാ വിശ്വാസികളിലും ഖൈറുണ്ട്. എന്തിന്റെ വിശ്വാസം പറയുന്നു? ഇഹ്രിസ് അലാ മാ യൻഫഉക. ഇനി എന്താണ് ഖവിയായ മുഅ്മിൻ, ശക്തനായ മുഅ്മിൻ ആരാണെന്ന് പറഞ്ഞു തരികയാണ്. ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ ഹിർസ് കാണിക്കുക. ഹിർസ് എന്ന് പറഞ്ഞാൽ അതിയായ താല്പര്യം, ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള വാശി. അത് ഒരു കാര്യം അത് നേടിയെടുക്കണം എന്നുള്ള അടങ്ങാത്ത ആവേശം, അതാണ് ഹിർസ് എന്ന് പറയാം. അപ്പൊ ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ ഹിർസ് കാണിക്കുക. പണ്ഡിതന്മാർ പറയുന്നത് ഇത് ദീനിയായ കാര്യങ്ങളും പെടും, ദുനിയവിയായ കാര്യങ്ങളും പെടും. കാരണം മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ളത് എന്ന് പറഞ്ഞാൽ ദീനിൽ ഉപകാരമുള്ള കാര്യങ്ങളും പെട്ടു, ദുനിയാവിൽ ഉപകാരമുള്ള കാര്യങ്ങളും പെട്ടു. അപ്പൊ ഉപകാരമുള്ള കാര്യം എന്താണെന്ന് നോക്കി അതിൽ ഹിർസ് കാണിക്കുക. അതാണ് ജീവിത വിജയത്തിന്റെ ഒന്നാമത്തെ പടി. ഇത് വേണം. ഇനി ഈ ദുനിയാവിലുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് 4ആയി വേർതിരിക്കാൻ പറ്റും. ഒന്ന് ഉപകാരമുള്ളത്, രണ്ടാമത്തേത് ഉപദ്രവമുള്ളത്, മൂന്നാമത്തേത് ഉപകാരവും ഉപദ്രവവും ഉള്ളതുണ്ടാവും. ഒരു കാര്യത്തിൽ ഖൈറും ഷർറും ഉണ്ടാവും. നാലാമത്തേത് ഖൈറും ഷർറും ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവും. ഇതിൽ ഉപകാരമുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് വിശകലനം ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നോക്കിയിട്ട് അതിൽ ഉപകാരമുള്ളത്, അല്ലെങ്കിൽ ഉപദ്രവത്തെക്കാൾ ഉപകാരം കൂടുതലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത് വസ്തഇൻ ബില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തുക. എന്താണ് ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ? സഹായം തേടുക. അപ്പൊ നമ്മൾ തെരഞ്ഞെടുത്ത കാര്യം, അത് ദീനിന്റെ കാര്യമാകട്ടെ ദുനിയാവിന്റെ കാര്യമാകട്ടെ, അതിൽ അള്ളാഹുവിനോട് സഹായം തേടുക. അതെന്റെ കഴിവ് കൊണ്ട് എനിക്ക് നേടാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ അത് അസാധ്യമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല, ഒരു കഴിവുമില്ല. അത് ഉറച്ചു വിശ്വസിച്ച് അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തുക. ഇസ്തിആനത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയും നിലനിർത്തുക. അള്ളാഹുവിന്റെ സഹായമില്ലാതെ എനിക്ക് ഈ ലക്ഷ്യം നേടാൻ സാധിക്കുകയില്ല എന്ന ബോധം, വിനയം, അത് മനസ്സിലുണ്ടാകണം. മൂന്നാമത്തേത് വലാ തഅ്ജിസ്, നീ അശക്തനാകരുത്. അജ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ.
അപ്പൊ കഴിവില്ലാത്തവനാകരുത് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? നമുക്കൊരു കാര്യത്തിന് കഴിവില്ലെങ്കിൽ, നമുക്കതിനുള്ള ബുദ്ധിശക്തിയില്ല, അല്ലെങ്കിൽ ആരോഗ്യമില്ല, അല്ലെങ്കിൽ സമ്പത്തില്ല, അപ്പൊ പിന്നെ അശക്തനാകരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഉദ്ദേശിക്കുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്, കഴിവില്ലാത്ത ഒരുവനെ പോലെ ആകരുത്. മടി കൊണ്ട് എന്താകും? ഒരാള് അശക്തനായി മാറും. യഥാർത്ഥത്തിൽ അവന് കഴിവുണ്ടാകും, പക്ഷെ എനിക്കത് കഴിയില്ല എന്ന് ചിന്തിച്ച് അവസാനം അവന് അതിന് കഴിയാതെ വരും. അങ്ങനെ ആവരുത്. നിന്റെ കഴിവുകളെ കുറിച്ച് ഇങ്ങനെയുള്ള ചീത്ത വിചാരം ഉണ്ടാകരുത്. വഇൻ അസാബക ശൈഉൻ, അപ്പൊ ഇതാണ് മൂന്നാമത്തേത്, എനിക്ക് ഈ പണി സാധിക്കുകയില്ല എന്ന് വിചാരിക്കരുത്. നാലാമത്തെ കാര്യം, വഇൻ അസാബക ശൈഉൻ, ഇനി ആ കാര്യം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ ഫലാ തഖുല്ലു അന്നി ഫഅൽതു ലകാന കദാ വകദാ, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു, അല്ലെങ്കിൽ ഈ പണി ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് പറയരുത്. വലാകിൻ ഖുൽ ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ, അല്ലാഹു വിധിച്ചിരിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു എന്ന് പറയുക. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും വിജയമായിരിക്കും. ഏത് മേഖലയിലായിരുന്നാലും, ജോലിയുടെ കാര്യത്തിലായാലും, കച്ചവടത്തിന്റെ കാര്യത്തിലായാലും, പഠനത്തിന്റെ കാര്യത്തിലായാലും, അതിനൊക്കെ മുമ്പ് നമ്മുടെ ഇബാദത്തുകളുടെ കാര്യത്തിലൊക്കെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതാണ് ഈ ബാബിന്റെ ഉദ്ദേശം. എന്തുകൊണ്ടാണ് കിതാബ് തൗഹീദിൽ ഇങ്ങനെ ഒരു ബാബ് കൊടുത്തത്? കിതാബ് തൗഹീദിൽ ഈ ബാബ് കൊടുക്കാനുള്ള കാരണം, ആരാണോ ഈ സ്വഭാവം കാണിക്കാത്തത്, അതായത് ഒരു മുസീബത്തുണ്ടായാൽ അള്ളാഹുവിന്റെ ഖദറിലേക്ക് അത് മടക്കാത്തത്, അവന് അള്ളാഹുവിനെ കുറിച്ച് തൃപ്തി ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ ഖദറിലുള്ള അവന്റെ വിശ്വാസം ദുർബലമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത്. അള്ളാഹുവിന്റെ വിധിയെ നടക്കുകയുള്ളൂ എന്ന അടിയുറച്ച വിശ്വാസമില്ല. അപ്പൊ ഖദർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാര്യമാണ് വിധി തീരുമാനിക്കുക എന്നുള്ളത്. അപ്പൊ ഒരാളുടെ തൗഹീദിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള വെപ്രാളം. എന്തെങ്കിലും അപകടമുണ്ടായാൽ അള്ളാഹുവിന്റെ വിധിയിൽ സമാധാനിക്കാതെ വിഷമിക്കുക എന്നുള്ളത്. അടുത്ത ബാബ്, ബാബു നഹി അൻ സബ്ബിർ റീഹ്, കാറ്റിനെ തെറി പറയുന്നത് വിലക്കിക്കൊണ്ടുള്ള ബാബ്. കാറ്റ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത വളരെ ഭാരം കുറഞ്ഞ ഒരു സൃഷ്ടിയാണ് കാറ്റ്. പക്ഷെ ഈ വസ്തു കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അള്ളാഹു തആല പല കാര്യങ്ങളും ഇതുകൊണ്ട് ചെയ്യുന്നുണ്ട്. മഴ പെയ്യാൻ ഇതൊരു സബബായി അള്ളാഹു തആല ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെടികളുടെ പരാഗണം നടക്കുന്നുണ്ട്. അതുപോലെ കാലാവസ്ഥ മാറുന്നുണ്ട് കാറ്റിന്റെ ഗതി അനുസരിച്ച്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവൻ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ഈ കാറ്റുകൊണ്ട് മനുഷ്യനെ അവൻ ശിക്ഷിച്ച് ഒരുപാട് നാടുകൾ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ കാറ്റുകൊണ്ട്. അപ്പോ ഇതൊക്കെ അള്ളാഹുവിന്റെ ഖുദ്റത്തിനുള്ള ഒരു തെളിവാണ്. വലിയ ഒരു ആയത്താണ് കാറ്റ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തസുബ്ബു റീഹ്, കാറ്റിനെ നിങ്ങൾ തെറി പറയരുത്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? കാറ്റ് എന്നുള്ളത് ഒരു മഖ്ലൂഖാണ്, മുദബ്ബറാണ്. അതിനെ മറ്റൊരാൾ നിയന്ത്രിക്കുന്നതാണ്. സ്വന്തമായി യാതൊരു നിയന്ത്രണവുമില്ല. അപ്പൊ ഒരാള് ഒരു കാറ്റുണ്ടായാൽ, അപകടകരമായ രീതിയിൽ കാറ്റ് വന്നു, കപ്പലിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റുണ്ടായി, കരയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി, അപ്പൊ ഒരാള് ഈ നശിച്ച കാറ്റ് എന്ന് പറയുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം? കാറ്റിന് സ്വന്തമായി ബുദ്ധിയില്ല. അപ്പൊ ആരാണോ ഇതിനെ അയച്ചത് അവനെയാണ് തെറി പറയുന്നത്, അള്ളാഹുവിനെയാണ് ആക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത്, ഫഇദാ റഅയ്തും മാ തക്റഹൂൻ, നിങ്ങൾക്ക് വെറുപ്പുള്ളത് കണ്ടാൽ, അഥവാ കാറ്റുകൊണ്ടൊരു അപകടമുണ്ടായാൽ, ഫഖൂലു, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹി റീഹ്, അല്ലാഹുവേ ഈ കാറ്റിന്റെ ഖൈറ് ഞാൻ നിന്നോട് ചോദിക്കുന്നു, വഖൈറ മാ ഫീഹാ, ഇതിലുള്ള ഖൈറ് ചോദിക്കുന്നു, വഖൈറ മാ ഉമിറത് ബിഹി, ഈ കാറ്റിനെ നീ എന്ത് കൽപ്പനയുമായിട്ടാണോ അയച്ചിരിക്കുന്നത് അതിന്റെ ഖൈറ് ചോദിക്കുന്നു, വനഊദു ബിക മിൻ ശർരി ഹാദിഹി റീഹ്, ഈ കാറ്റിന്റെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, വശർരി മാ ഫീഹാ വശർരി മാ ഉമിറത് ബിഹി, ഈ കാറ്റ് കൊണ്ടുവരുന്ന ഷെറിൽ നിന്ന്, അതുപോലെ തന്നെ ഈ കാറ്റിനോട് നീ കൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിലുള്ള ഷെറിൽ നിന്ന്, എല്ലാവിധ ഷെറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു, ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു. അപ്പോ കാറ്റുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായാൽ ഈ പ്രാർത്ഥനയാണ് പറയേണ്ടത്. നേരെ മറിച്ച് കാറ്റിനെ ശപിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഈ പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, കാറ്റ്, അതുപോലെ സൂര്യഗ്രഹണം, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയാണ് വേണ്ടത്. ഇതിന്റെ പിന്നിലുള്ള അസ്ബാബുകളെ കുറിച്ച്, ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തി അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ ഇരിക്കുകയല്ല വേണ്ടത്. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, മനുഷ്യനെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അതുപോലെ തന്നെ അള്ളാഹുവിനോട് അതിന്റെ ഷെറിൽ നിന്ന് കാവൽ തേടുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്.
അടുത്ത ബാബ് ബാബ് ഖൗലില്ലാഹി തആല യദുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് ദന്നൽ ജാഹിലിയ്യ. അല്ലാഹുവിനെ കുറിച്ച് ജാഹിലിയത്തിന്റെ ചിന്ത അവർ വിചാരിക്കുന്നു, വെച്ചു പുലർത്തുന്നു. യഖൂലൂന, അവർ പറയും, മുനാഫിക്കുകൾ, ഹൽ ലനാ മിനൽ അംരി മിൻ ഷൈ, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ നമുക്ക് വല്ല പങ്കുമുണ്ടോ? യുദ്ധത്തെക്കുറിച്ച്, യുദ്ധത്തിൽ സ്വഹാബത്ത് മരണപ്പെട്ടതിനെ കുറിച്ചൊക്കെയാണ് മുനാഫിക്കുകൾ പറയുന്നത്. ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, നീ പറയുക കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാകുന്നു. അപ്പൊ മുനാഫിക്കുകൾ അവരുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരമായിരിക്കും ഉണ്ടാവുക. യുദ്ധത്തിന് പോയി നമ്മൾ മരണപ്പെടുന്നു, അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു, ഇതിലൊന്നും നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ലല്ലോ, അധികാരവുമില്ലല്ലോ. ഇങ്ങനെ അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് അവർക്ക് മോശം വിചാരമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. ഇതിങ്ങനെ ആവേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ഇവിടെ മരിക്കേണ്ടിയിരുന്നില്ല, ഈ മരിച്ചത് വലിയ നഷ്ടമായി പോയി എന്നായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. എന്നാൽ ഒരു മുഅ്മിനാണെങ്കിൽ അള്ളാഹുവിന്റെ വിധിയിൽ സമാധാനിക്കും, അള്ളാഹുവിന്റെ വിധി ഖൈറാണ് എന്ന് വിചാരിക്കും. അള്ളാഹുവിന്റെ ഓരോ പ്രവൃത്തിയും, ഈ പ്രപഞ്ചത്തിൽ അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ടാകും. അള്ളാഹു ഹക്കീമാണ്, അവന്റെ ഓരോ ഫിഅലിലും ഒരു ഹിക്മത്ത് ഉണ്ടാകും. ആ ഹിക്മത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും, ചിലപ്പോൾ മനസ്സിലാകില്ല. മനസ്സിലായില്ല എന്നതുകൊണ്ട് അതിലൊരു ഹിക്മത്ത് ഇല്ല എന്നല്ല. നമ്മൾ മരിച്ചുപോയി, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഒരു ബന്ധു മരിച്ചുപോയി, നമുക്ക് വളരെ വിഷമമുണ്ടായി, പക്ഷേ അള്ളാഹുവിന് ആ പ്രവൃത്തിയുടെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ടാകും എന്നത് 100% ഉറപ്പാണ്. ചിലപ്പോ ആ വ്യക്തിക്ക് വലിയൊരു ഫിത്നയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തതായിരിക്കും. ഒരു ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, വഇദാ അറദ്ത ബിഖൗമിൻ ഫിത്നതൻ, നീ ഒരു ഫിത്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ, ആ ഫിത്നയിൽപ്പെട്ട് നശിച്ചു പോകാതെ എന്നെ നീ പിടികൂടണം, മരിപ്പിക്കണം. അതുപോലെ മറ്റൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇൻ കാനത്തിൽ ഹയാതു ഖൈറൻ ലി ഫഅഹ്യിനി വ ഇൻ കാനത്തിൽ വഫാതു ഖൈറൻ ലി ഫതവഫനി, എനിക്ക് മരണമാണ് നല്ലതെങ്കിൽ നീ എന്നെ മരിപ്പിക്കുക. അപ്പൊ മരണം ചിലപ്പോൾ നന്മയായിരിക്കും, അതുപോലെ രോഗങ്ങൾ ചിലപ്പോൾ നന്മയായിരിക്കും. അള്ളാഹു ഒരു മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ രോഗങ്ങൾ കാരണമാകും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഖൈറാണ് എന്ന് വിചാരിക്കുന്ന കാര്യം ചിലപ്പോൾ ഷെറും, ഷെറാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഖൈറുമൊക്കെ ആവാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം. നേരെ മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ചീത്ത വിചാരിക്കുക എന്നുള്ളത്, നമ്മൾ വിചാരിച്ച പോലെ ആയില്ലല്ലോ, യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടല്ലോ, നമ്മുടെ കുറെ ആളുകൾ മരിച്ചുപോയല്ലോ, ഇങ്ങനെയുള്ള ചിന്ത അള്ളാഹുവിന്റെ വിധിക്കെതിരായി മനസ്സിൽ വരിക എന്നുള്ളത് നിഫാഖിന്റെ അടയാളമാണ്. വഖൗലുഹു, അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, അദ്ദാന്നീന ബില്ലാഹി വന്നസ്സൗഇ അലൈഹിം ദാഇറത്തുസ്സൗ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ കുറിച്ച് തന്നെ പറഞ്ഞതാണ്. മുനാഫിക്കുകളും മുശ്രിക്കുകളും അവർ അള്ളാഹുവിനെ കുറിച്ച് ചീത്ത വിചാരിക്കുന്നു. അലൈഹിം ദാഇറത്തുസ്സൗ, ആ ചീത്ത വിചാരത്തിന്റെ ദോഷം അത് അവരെ വലയം ചെയ്യുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ മുനാഫിക്കുകളുടെയും കാഫിറുകളുടെയും സ്വഭാവമാണ് അള്ളാഹുവിനെ കുറിച്ച് ചീത്ത വിചാരം വെച്ച് പുലർത്തുക എന്നുള്ളത്. ഇനി എന്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചീത്ത വിചാരം? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അതിനെക്കുറിച്ച് വിവരിക്കുന്നത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇവിടെ കൊടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഫുസ്സിറ ഹാദ ദൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചീത്ത വിചാരം എന്നതിനെ വ്യാഖ്യാനിക്കാം, അത് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ബിഅന്നഹു സുബ്ഹാനഹു ലാ യൻസുറു റസൂലഹു, അള്ളാഹു തന്റെ റസൂലിനെ സഹായിക്കുകയില്ല, ശത്രുക്കൾക്കെതിരായ യുദ്ധത്തിൽ അള്ളാഹു എന്നും ഇങ്ങനെ പരാജയപ്പെടാൻ വേണ്ടി വിട്ടുകൊടുക്കും എന്ന് വിചാരിക്കുന്നതാണ്. അതായത് ഉഹദ് യുദ്ധത്തിൽ പരാജയമുണ്ടായി, അതുപോലെ ചില യുദ്ധങ്ങളിലൊക്കെ മുസ്ലിമുകൾക്ക് ആളപായം, അവരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി, കുറെ സ്വഹാബത്ത് ഷഹീദായി. അപ്പൊ ഇത് അള്ളാഹു റസൂലിനെ കൈവിട്ടതാണ് എന്ന് വിചാരിക്കുക. വഅന്ന അംറഹു സയർമഹിൽ, അല്ലെങ്കിൽ റസൂലിന്റെ കാര്യം, റസൂൽ കൊണ്ടുവന്ന ഈ ദീൻ ഇതില്ലാതായി പോകും, ഇങ്ങനെ കുറച്ച് യുദ്ധങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ദീന് ഇവിടെ നിന്ന് അവസാനിക്കും എന്നുള്ള വിചാരം. വഫുസ്സിറ, മറ്റു ചിലർ ഇതിനെ വ്യാഖ്യാനിച്ചത് ബിഅന്ന മാ അസാബഹു ലം യകുൻ ബിഖദരില്ലാഹി വഹിക്മതിഹി, അള്ളാഹുവിന്റെ ഹിക്മത്തും ഖദറും അനുസരിച്ചല്ല ഈ സംഭവങ്ങൾ നടന്നത്. അഥവാ മുശ്രിക്കീങ്ങൾ കുറെ മുസ്ലിമീങ്ങളെ കൊന്നു, ഇത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ല, ഈ മുശ്രിക്കുകൾ അവരുടെ കഴിവുകൊണ്ട് ചെയ്തതാണ്, അവരുടെ ഒരു ശക്തി, അവരുടെ ആസൂത്രണം, അതൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് വിചാരിക്കുക. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ ചില സമയത്തൊക്കെയുള്ള നമ്മുടെ സംസാരം ഇങ്ങനെ ആയിരിക്കും, അവരിനിയിപ്പോ നമ്മളെ തീർക്കും, അല്ലെങ്കിൽ അവർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അങ്ങനെ പറയുന്നതാണ് ഉദ്ദേശം എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഖദർ നിഷേധമാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. റസൂലിന്റെ ദീൻ, റസൂൽ കൊണ്ടുവന്ന ദീൻ, റസൂലിന്റെ ദഅവത്ത് അത് ലോകം മുഴുവൻ എത്തും എന്ന്
പറഞ്ഞ അള്ളാഹുവിന്റെ വാഗ്ദാനം അതിനെ നിഷേധിക്കലാണ്. അതാണ് ഇവിടെ ദുന്നുസു എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. എല്ലാ ദീനിന്റെയും മുകളിൽ ഈ ദീനിനെ അള്ളാഹു ഉയർത്തും എന്ന് പറഞ്ഞ വാഗ്ദാനം അത് നിഷേധിക്കുന്ന ചിന്തയാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു മുശ്രിക്കുകളുടെയും മുനാഫിക്കുകളുടേതുമായി പറഞ്ഞ ചിന്ത ഇതാണ്. അതായത് അള്ളാഹുവിന്റെ ദീൻ പരാജയപ്പെടും എന്ന വിചാരം. എന്തുകൊണ്ടാണ് ഇതിനെ ചീത്ത വിചാരം എന്ന് പറഞ്ഞത്? അള്ളാഹുവിന് ചേരാത്ത കാര്യങ്ങളാണിത്. അള്ളാഹു ഒരു റസൂലിനെ പറഞ്ഞേക്കുക, എന്നിട്ട് ഈ റസൂലിന്റെ ദീൻ, അദ്ദേഹം കൊണ്ടുവന്ന ദീൻ, അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും, അത് എല്ലാ ദീനിനേക്കാളും മുകളിലേക്ക് ഉയർത്തും എന്നൊക്കെ പറയാ. എന്നിട്ട് അവന്റെ ദീൻ ഇങ്ങനെ പരാജയപ്പെട്ടു പോകുക എന്നുള്ളത് അതൊരിക്കലും സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ ഹിക്മത്തും അവന്റെ മഹത്വവും അവന്റെ വാഗ്ദാനവും അതിനോടൊന്നും ചേരാത്ത കാര്യങ്ങളാണിത്. ഫമൻ വന്ന, ആരാണോ വിചാരിച്ചത്, അന്നഹു യുദീലുൽ ബാത്തില അലൽ ഹഖ് ഇദാലതൻ മുസ്തഖിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കുമായി ബാത്തിലിനെ ഹക്കിന്റെ മുകളിൽ ഉറപ്പിച്ചു നിർത്തും, ഹക്കിനെതിരായി ബാത്തിലിന് അല്ലാഹു സ്ഥിരമായി വിജയം നൽകും എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹക്ക് അങ്ങോട്ട് തീർന്നുപോയി, ബാത്തിലിന് അല്ലാഹു വിജയം നൽകും. ഔ അൻകറ അൻ യകൂന മാ ജറാ ബിഖളാഇഹി വഖദരിഹി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദാ ഖദർ കൊണ്ടല്ല, അവന്റെ തീരുമാനപ്രകാരമല്ല ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നൊരാൾ വിചാരിച്ചാൽ, ഔ അൻകറ അൻ യകൂന ഖദറുഹു ബിഹിക്മത്തിൻ ബാലിഗത്തിൻ യസ്തഹിഖു അലൈഹിൽ ഹംദ്, അതുമല്ലെങ്കിൽ മറ്റൊരു അവസ്ഥ, അതിനേക്കാൾ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയാണ്. ഖദറിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഈ ഖദറിന്റെ പിന്നിൽ, അഥവാ ഇസ്ലാമിന് എതിരായി, പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരായി ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതിന് പിന്നിൽ അള്ളാഹുവിന്റെ ഖദറുണ്ട്. പക്ഷെ ആ ഖദറിൽ അള്ളാഹു ഹംദ് അർഹിക്കുന്ന വിധത്തിലുള്ള ഒരു ഹിക്മത്ത് അവനില്ല എന്നൊരാൾ വിചാരിച്ചാൽ, ഇപ്പൊ മുസ്ലിമീങ്ങൾക്കെതിരായി ഒരു വലിയ കലാപം ഉണ്ടായി, ഒരു കൂട്ടക്കൊല നടന്നു. ഈ കൂട്ടക്കൊല നടക്കുമ്പോൾ അള്ളാഹു ഹംദ് അർഹിക്കുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ അള്ളാഹുവിന് വലിയ ഒരു ഹിക്മത്തുണ്ട് എന്നൊരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം തന്നെയാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായത്, കൊലപാതകങ്ങൾ ഉണ്ടായത്. പക്ഷെ അള്ളാഹു അങ്ങോട്ട് ഉദ്ദേശിച്ചു എന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് ഒരു വലിയ ഹിക്മത്തൊന്നും ഇല്ലാതെ അള്ളാഹു അങ്ങോട്ട് ഉദ്ദേശിച്ചതാണ് എന്നൊക്കെ വിചാരിച്ചാൽ, ഫദാലിക വന്നുൽ ലദീന കഫറു, അതാണ് കാഫിറുകളുടെ ചിന്ത എന്ന് പറയുന്നത്. ഫവൈലുൽ ലില്ലദീന കഫറു മിനൻ നാർ, കാഫിറുകൾക്കാണ് നരകമുള്ളത്. വഅക്സറുൻ നാസി യظنون ബില്ലാഹി വന്നസൗ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പതിവിന് വിപരീതമായിട്ട് ഒരു മനുഷ്യന്റെ വാക്ക്, ഖുർആനും സുന്നത്തും അല്ലാത്ത, വഹയല്ലാത്ത ഒരു വാക്ക് ഇത്രയും ദീർഘമായി ഉദ്ധരിച്ചിട്ടുള്ളത്. ഇത്ര വലിയൊരു ഉദ്ധരണി കിതാബ് തൗഹീദിൽ വേറെ ഇല്ല. ഇബ്നുൽ ഖയ്യിമിന്റെ വാക്ക് കിതാബ് തൗഹീദിന്റെ മത്തനിലുള്ളതാണിത്, കാരണം അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. വഅക്സറുൻ നാസി യظنون ബില്ലാഹി വന്നസൗ, മനുഷ്യരിൽ അധിക പേരും അള്ളാഹുവിനെ കുറിച്ച് ചീത്ത ചിന്ത വെച്ച് ഉയർത്തുന്നവരാണ്. ഫീമാ യഖ്തസ്സു ബിഹിം വഫീമാ യഫ്അലുഹു ബിഗൈരിഹിം, അവരുടെ സ്വന്തം കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും. നമ്മളൊക്കെ ആലോചിച്ചാൽ മനസ്സിലാകും. ഇബ്നുൽ ഖയ്യിം പറയുന്നു, വലാ യസ്ലമു മിൻ ദാലിക ഇല്ലാ മൻ അറഫ അല്ലാഹ വഅസ്മാഅഹു വസിഫാതിഹി വമൂജബ ഹിക്മതിഹി വഹംദിഹി, അല്ലാഹുവിനെ അറിഞ്ഞ, അവന്റെ അസ്മാഉ സിഫാത്ത് പഠിച്ച, അല്ലാഹുവിന്റെ ഹിക്മത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അധികം ആളുകളും ഈ അപകടത്തിൽ പെടുന്നവരാണ്, ഈ ചിന്തയിൽ പെടുന്നവരാണ്. ഫല്യഅ്തനിൽ ലബീബുൻ നാസിഹു ലിനഫ്സിഹി ബിഹാദ, അതുകൊണ്ട് സ്വന്തം നഫ്സിനെ രക്ഷപ്പെടുത്തണം എന്ന ആഗ്രഹമുള്ള, സ്വന്തത്തോട് നസീഹത്തുള്ളവർ ഈ കാര്യം ഗൗരവമായി പരിഗണിച്ചു കൊള്ളട്ടെ. വൽയതുബ് ഇലല്ലാഹി വയസ്തഗ്ഫിറുഹു, തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തു കൊള്ളട്ടെ. മിൻ ദന്നിഹി ബിറബ്ബിഹി വന്നസൗഇ, തന്റെ റബ്ബിനെ കുറിച്ച് ചീത്ത വിചാരിച്ചതിൽ നിന്ന്. വലൗ ഫത്തശ്ത മൻ ഫത്തശ്ത, നീ ആരെ പിടിച്ച് പരിശോധിച്ചാലും, ലറഅയ്ത ഇൻദഹു തഅന്നുതൻ അലൽ ഖദ്രി വമലാമതൻ ലഹു, ഖദറിനോട് ഒരു പ്രതിഷേധവും ആക്ഷേപവും ഒരു ധിക്കാരവും ഒക്കെ അവന്റെ അടുത്ത് കാണാൻ പറ്റും. നമ്മൾ അവനവനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെയൊന്നും ആകേണ്ട ഒരാളായിരുന്നില്ല, ഞാൻ ഈ നിലയിലൊന്നും എത്തേണ്ട ഒരാളായിരുന്നില്ല എന്നൊരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകും. നമുക്ക് വേറെ എന്തൊക്കെയോ കിട്ടാനുണ്ടായിരുന്നു, അത് പിന്നെ നഷ്ടപ്പെട്ടു പോയതാണ്, അതിൽ വേറെ ആളുകൾക്കൊക്കെ പങ്കുണ്ട് എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി മിക്ക മനുഷ്യന്മാരുടെ മനസ്സിലും ഉണ്ടാകും. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം ഇവിടെ പറയുന്നത്. വഅന്നഹു കാന യംബഗി അൻ യകൂന കദാ വകദാ, അവൻ ഇങ്ങനെയൊക്കെ ആകേണ്ട ആളായിരുന്നു എന്നൊരു ചിന്ത അവനുണ്ടാകും. ഫമുസ്തഖില്ലുൻ വമുസ്തക്സിർ, ചിലർക്ക് ഈ ചിന്ത കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും എന്ന് മാത്രം. ഈ ചിന്ത മിക്ക മനുഷ്യന്മാരുടെ മനസ്സിലും ഉണ്ടാകും. വഫത്തിഷ് നഫ്സക, അതുകൊണ്ട് നീ നിന്റെ നഫ്സിനെ പരിശോധിക്കുക. ഹൽ അൻത സാലിമുൻ,
നീ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? എന്നിട്ട് അദ്ദേഹം ഒരു വരി കവിത കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ്. ഫഇൻ തൻജു മിൻഹാ തൻജു മിൻ ദി അളീമത്തിൻ വഇല്ലാ ഫഇന്നി ലാ ഇഖാലുക നാജിയ. ഈ അപകടത്തിൽ നിന്ന്, ഈ ചിന്താഗതിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൻജു മിൻ ദി അളീമത്തിൻ, വലിയ ഒരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. വഇല്ല, രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ ഫഇന്നി ലാ ഇഖാലുക നാജിയ, നീ രക്ഷപ്പെടും എന്ന് എനിക്ക് പ്രതീക്ഷയുമില്ല. ഒരാളുടെ ജീവിതം, അവന്റെ ആഖിറത്ത് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയില്ല ഈ ഒരു മനസ്സും കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും കടുത്ത ശിക്ഷയാണ് അവനെക്കുറിച്ച് മോശമായ ചിന്തകൾ വെച്ചു പുലർത്തുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു എന്നാണ് സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ പ്രത്യേകിച്ച് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന കാലത്ത്, ഇപ്പൊ നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ദുന്യവിയായിട്ടുള്ള പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ടുള്ള പരീക്ഷണങ്ങളും സമുദായത്തിന് പൊതുവായിട്ടുള്ള പരീക്ഷണങ്ങളും ഒക്കെ പൊതിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചിന്താഗതി കൂടും. ഏറ്റവും മോശപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ ഖദറിനെ തന്നെ നിഷേധിക്കും. ഇതൊക്കെ ഇവരുടെയൊക്കെ കഴിവുകൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ഇടപെടലില്ലാതെ സംഭവിക്കുന്നതാണ് എന്ന ചിന്തയിലേക്ക് ചില ആൾക്കാർ അധപ്പതിച്ചു പോകും. വേറെ ചില ആൾക്കാർ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കും. അള്ളാഹു തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, പക്ഷെ ഇതിന്റെ പിന്നിൽ അങ്ങനെ വലിയൊരു ഉദ്ദേശവും അള്ളാഹുവിനുണ്ട് എന്ന ചിന്ത വരെ മനസ്സിൽ വരില്ല. നേരെ മറിച്ച് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ്. ഈ സംഭവങ്ങളുടെ പേരിലും അവൻ ഹംദ് അർഹിക്കുന്നു എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ ഒരു ഹദീസിൽ പഠിപ്പിച്ചത്, ഒരു മരണവാർത്ത അറിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ? നമുക്ക് സന്തോഷം ഉണ്ടായിട്ടാണോ? അല്ല, നേരെ മറിച്ച് നമുക്ക് ദുഃഖമാണ് ലാഹിറായിട്ട് ഉണ്ടാകുന്നതെങ്കിലും ഇതിന് പിന്നിൽ അള്ളാഹുവിന്റെ വലിയ ഒരു ഹിക്മത്തുണ്ടായിരിക്കും. ഈ മരണത്തിന് പിന്നിൽ ആ മരിച്ച വ്യക്തിക്ക്, അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും ഖൈർ അള്ളാഹു വിചാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ എല്ലാ പ്രവൃത്തികളും ഒരു ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണുള്ളത് എന്ന് വിശ്വസിക്കണം. അത് തൗഹീദിന്റെ ഭാഗമാണ്. കാരണം അള്ളാഹുവിന്റെ ഖദർ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, അവന്റെ ഒരു സിഫത്താണ് ഖദർ എന്നുള്ളത്. അത് ഈമാൻ കാര്യങ്ങളിൽ ഒന്നായി പ്രത്യേകം എണ്ണി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളത് തൗഹീദിന്റെ ഭാഗമാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള ഒരു അദബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ല വിചാരം മാത്രം വെച്ച് പുലർത്തുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കൂ, എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ മുശ്രിക്കുകൾ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. അവർ കണ്ടില്ല എന്നൊരു അവസ്ഥയിലാണ്. കണ്ടാൽ അടുത്ത നിമിഷം കൊല്ലുകയായിരിക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് എന്താണ്? മാ ظنك ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ, മൂന്നാമതായി അള്ളാഹു ഉള്ള രണ്ടാളുകളെ കുറിച്ച് എന്താണ് താങ്കൾ വിചാരിക്കുന്നത്? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിചാരം, അത് എല്ലാ സന്ദർഭത്തിലും ഓരോ നിമിഷത്തിലും ഒരു മുഅ്മിന് ഉണ്ടായിരിക്കണം. അത് എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിന്റെ സഹായം മുഅ്മിനീങ്ങൾക്കുണ്ടാവുക. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ റസൂലുമാരെയും മുഅ്മിനീങ്ങളെയും ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്നത് ആരാണുള്ളത്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തിൽ പ്രതീക്ഷ വെക്കുക, അവന്റെ ഖദർ അത് ഖൈർ മാത്രമാണ് എന്ന് വിശ്വസിക്കുക, നമുക്ക് ബാധിച്ചിട്ടുള്ള മുസീബത്തുകൾ അത് നമ്മുടെ പാപങ്ങൾ കൊണ്ടാണെന്ന് തിരിച്ചറിയുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ മനസ്സിൽ തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് അടിയുറച്ച് വിശ്വസിക്കുകയും തൗഹീദിന്റെ അദബുകൾ പാലിക്കുകയും ആ മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്ന് മരണം വരെ ജീവിക്കാനുമുള്ള സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.